നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 4.5 ആണ്. ഇതിൽ നമുക്ക് കാണിക്കേണ്ടത് ജി സിമ്പിൾ ഗ്രാഫാന്ന് തന്നിട്ടുണ്ട്, കാണിക്കേണ്ടത് ജി ഹാമിൽട്ടോണിയൻ ആണെന്നാണ്. ഇതിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് കണ്ടീഷനുകളുണ്ട്. ഇതിലുള്ള ഡിഗ്രികളുടെ സീക്വൻസ് എങ്ങനെയാണ് എടുക്കുന്നത്? D1 <= D2 <= D3 എക്സെട്ര <= DB. ഈ ഒരു ഫോമില കിടക്കുന്നത് എന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ ഡിഗ്രികളുടെ വാല്യൂ എന്ന് പറയുന്നത് കുറയുന്നില്ല അല്ലേ, ഈക്വലോ കൂടുതലോ ആയിട്ട് അങ്ങനെ പോവാം. വേർട്ടെക്സുകളോ മിനിമം 3 വേർട്ടെക്സെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോസ് ചെയ്യുകയാണ് ഇതിലെ DM എന്ന് പറയുന്നത് mth വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് <= M ആണ്. ഇനി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും V/2 ചെറുതാവുന്നില്ല എന്ന് തന്നിട്ടുണ്ട്. ഇനി DV-1 V-mth എലമെൻറ്റിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് V-1 M ആണ് തന്നിട്ട്. അങ്ങനെയാണെങ്കിലാണ് നമുക്കെന്ത് കാണിക്കേണ്ടത്? ജി ഹാമിൽട്ടോണിയൻ ആണെന്ന് കാണിക്കേണ്ടത്. ഇനി ജി ഹാമിൽട്ടോണിയൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൊറോളറി 4.4. ഇതിലെന്താ പറയുന്നത്? ജി സിമ്പിൾ ഗ്രാഫ് V > 3 നമുക്ക് കാണിക്കേണ്ടത് ജി ഹാമിൽട്ടോണിയൻ. അപ്പോൾ നമുക്കിത് കാണിക്കുക എന്ത് കാണിച്ചാൽ മതി? നമ്മുടെ ക്ലോഷർ ഓഫ് ജി കംപ്ലീറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. ക്ലോഷർ ഓഫ് ജി എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു ഗ്രാഫ് എടുക്കുന്നു, ആ ഗ്രാഫിലെ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സുകളുടെ ഡിഗ്രി നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഇത് യുവും ഇത് വിയും ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഗ്രികളുടെ സമ്മ് നമ്മൾ എടുക്കുന്നു. അത് > V ആണെങ്കിൽ ഈ വലിയ V എന്ന് പറയുന്നത് എന്താ? കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വരക്കുന്നത്? ഇതിലുള്ള വേർട്ടെക്സുകളുടെ നമ്പറാണ്. ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 1 2 3 4 5 6. ഓക്കെ, 6 വേർട്ടെക്സ്. ഈ 6 വേർട്ടെക്സ്, അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 6 കൂടുതലോ ആണെങ്കിൽ, ഇതിൻ്റെ സമ്മേഷൻ 6 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ തമ്മിൽ അങ്ങ് കണക്ട് ചെയ്യുന്ന ഒരു വര അങ്ങ് വരക്കും അല്ലേ, ഒരു എഡ്ജ് അങ്ങ് വരക്കും. ഇതാണ് നമ്മുടെ ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ഈ ക്ലോഷർ ഒരു കംപ്ലീറ്റ് ഗ്രാഫാണെന്ന് കാണിച്ചാൽ മതി. ഈ ഒരു തിയറത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് ക്ലോഷർ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നമുക്ക് തന്നിട്ടുള്ള 2 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? ഏത് എലമെൻ്റ് ഡിഗ്രി എന്നൊന്ന് <M എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 വേർട്ടെക്സുകൾ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ U എന്നെടുക്കുന്നു, V എന്നെടുക്കുന്നു. ഈ വേർട്ടെക്സുകളുടെ സമ്മേഷൻ എന്ന് പറയുന്നത് <M. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഗ്രി ഞാൻ M+M എന്ന് എഴുതാൻ പറ്റും. ഇനി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും V/2 കുറവല്ല എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ? V/2 കൂടുതലേ ആവുള്ളൂ. അപ്പോൾ V/2 + V/2 എന്ന് വരും > V. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഡിഗ്രി എടുത്ത് സം ചെയ്തപ്പോൾ നമുക്ക് > V എന്ന് കഴിഞ്ഞാൽ എന്താ? നമ്മളവിടെ എഡ്ജ് വരക്കും. അങ്ങനെ ഏത് 2 വേർട്ടെക്സ് എടുത്ത് കഴിഞ്ഞാലും നമുക്കിത് പോസിബിൾ ആവുമല്ലോ ഈ ഒരു കണ്ടീഷൻ പ്രകാരം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തിയറത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രൂഫ് പോകുന്നത് എങ്ങനെയാണ്? കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സപ്പോസ് ചെയ്യും ഈ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് ഉണ്ട്, ഈ ഒരു കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിമ്പിൾ ഗ്രാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാണിച്ചാൽ മതി? നമ്മുടെ ക്ലോഷർ കംപ്ലീറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? നമ്മുടെ ക്ലോഷർ കംപ്ലീറ്റ് അല്ല എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടൂലേ? എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാം? ഇതും നമുക്ക് കിട്ടും, ഇതും നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് എന്ത് കിട്ടും? കോൺട്രഡിക്ഷൻ കിട്ടും. നമുക്ക് M < V/2 അല്ല എന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് എന്ത് കിട്ടും? M < V/2 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സീക്വൻസുകൾ എങ്ങനെയാണ് കിടക്കുന്നത്? ഡിഗ്രീൻ്റെ D1 <= D2 <= അങ്ങനെയല്ലേ? അപ്പോൾ കുറയുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു യൂത്ത് ഡിഗ്രി എടുക്കും. ഇതിൻ്റെ ഉള്ളിലെവിടെയോ ആയിരിക്കും DU കിടക്കുക അല്ലേ? അതേപോലെ ഇതിലൊരു വീത്ത് ഡിഗ്രി എടുക്കും. ഇതിൻ്റെ ഉള്ളിലെവിടെയോ ഒരു DV ഉണ്ടാവും. അവർ തമ്മിൽ എങ്ങനെയായിരിക്കും കിടക്കുക? DU <= DV എന്ന് പറയുന്ന ഫോമിലായിരിക്കും ആണല്ലോ. അതാ DU <= DV. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ക്ലോഷറിലെ വേർട്ടെക്സുകളാണ്. ക്ലോഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എല്ലാം നമ്മൾ അസ്യൂം ചെയ്തു അല്ലേ? കോൺട്രഡിക്ഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എല്ലാം അസ്യൂം ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു CG, നമ്മുടെ ക്ലോഷറിലെ 2 വേർട്ടെക്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളത് ക്ലോഷറിലെ വേർട്ടെക്സുകളാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ D' എന്ന് കൊടുക്കുന്നു, ഡാഷ് കൊടുക്കുന്നു ഡീൻ്റെ കൂടെ. ഇനി D'-ൻ്റെയും D'-ൻ്റെയും D'-Vൻ്റെയും മാക്സിമം ഡിഗ്രി എന്താ വരിക? മാക്സിമം ഡിഗ്രി എന്തായിരിക്കും വരിക? <V ആയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ക്ലോഷറിൽ എന്താ പറഞ്ഞത്? നമ്മൾ ക്ലോഷറിൽ പറഞ്ഞത് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വേർട്ടെക്സുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് > V ആയിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു എഡ്ജ് അങ്ങ് വരച്ച് അവരെന്ത് ചെയ്യും?
അഡ്ജസൻ്റ് ആക്കും അല്ലേ. ഇത് യുവും വിയും ആണെങ്കിൽ ഇവരെ തമ്മിലുള്ള ഡിഗ്രികളുടെ സം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഡ്ജ് വരക്കും. അപ്പോൾ ഇവർ അഡ്ജസൻ്റ് ആയി ക്ലോഷറിൽ. നമ്മൾ എടുത്തിട്ടുള്ള എന്താ, ഈ ക്ലോഷർ കംപ്ലീറ്റ് അല്ല എന്ന് പറയുമ്പോൾ അവിടെ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വെർട്ടെക്സുകളാണ് നമ്മൾ യു വി എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യൽ നിർബന്ധമാണ്. എല്ലാം എന്നുണ്ടെങ്കിൽ എന്താവും, അവർ കണക്റ്റ് ആവും, അഡ്ജസൻ്റ് ആവും, പിന്നെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ മനസ്സിലായി. ഇനി നമ്മുടെ യുവിൻ്റെയും വിൻ്റെയും നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന വേർട്ടെക്സുകളുടെ കളക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ യുവിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അതല്ലാത്ത നമ്മുടെ ഗ്രാഫിലുള്ള ആൾക്കാർ, അതല്ലാത്ത വേർട്ടെക്സുകളുടെ കളക്ഷൻ, അതിനെ ഞാൻ ടി എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അതല്ലാതെ നമ്മുടെ ഗ്രാഫിലുള്ള ആൾക്കാരെ ഞാൻ എസ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി എസ്സിലും ടിയിലും എത്ര ആൾക്കാരുണ്ടാവും? നമ്മുടെ ടിയിൽ എത്ര ആൾക്കാരുണ്ടാവും? നമ്മുടെ ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സുകൾ ആദ്യം എടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സ് എന്ന് യുവിനോട് നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ യു എന്ന് പറയുന്ന ടേം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ യു എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. ഇനിയോ യുവിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവരുത്. ഇപ്പോൾ ഇത് യു എന്ന് പറയുന്ന വേർട്ടെക്സ് ആണെങ്കിൽ അതിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഈ ഡിഗ്രീൻ്റെ യു അങ്ങ് കണ്ടാൽ പോരെ, യുവിൻ്റെ ഡിഗ്രി കണ്ടാൽ പോരെ. യുവിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും, അത്രയും നമ്പർ ഓഫ് അഡ്ജസൻ്റ് ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ മൈനസ് ഡിഗ്രി ഓഫ് യു അല്ലേ, ഡി ഡാഷ് ഓഫ് യു. അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് എന്ത് കാണാം, വിൻ്റെയും കാണാം അല്ലേ. അപ്പോൾ യുവിൻ്റെയും വിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സും നമ്മൾ കണ്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, ടിയിലെയും എസ്സിലെയും വേർട്ടെക്സുകളുടെ മാക്സിമം ഡിഗ്രി എന്തായിരിക്കും വരിക? ഇപ്പോൾ വിനോട് നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടേം നമ്മൾ എടുത്തു. ഇതിൻ്റെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഏതുമാട്ടെ, വി ഡാഷ്, വി1, വി2, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഇവരൊന്നും എന്തല്ല, അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല, നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത്, വിനോട് നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ഇവരുടെ ഒക്കെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് ഡി ഡാഷ് ഓഫ് യു ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മളിവിടെ എടുക്കുന്ന ഡി ഡാഷ് ഓഫ് യു, ഡി ഡാഷ് ഓഫ് വി എന്ന് പറയുന്നത് ലാർജസ്റ്റ് പോസിബിളാണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഡി ഡാഷ് ഓഫ് യുവിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തായിരിക്കണം, ഡി ഡാഷ് ഓഫ് വിൻ്റെ ഡിഗ്രി വരുന്ന വേർട്ടെക്സുകളോ അതിനേക്കാളും കുറഞ്ഞ വേർട്ടെക്സുകളോ ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഡി ഡാഷ് ഓഫ് യുവിൻ്റെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഡി ഡാഷ് ഓഫ് വിൻ്റെ കൂടെ ഡി ഡാഷ് ഓഫ് യുവിൻ്റെ ഡിഗ്രി ഉള്ള വേർട്ടെക്സുകളോ അതിനേക്കാളും കുറഞ്ഞ വേർട്ടെക്സുകളോ ആയിരിക്കണം അല്ലേ. അപ്പോൾ അല്ലാത്ത കേസിൽ എന്ത് സംഭവിക്കും, അല്ലാത്ത കേസിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി ഡാഷ് ഓഫ് യു പ്ലസ് ഡി ഡാഷ് ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി വരും. അങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി വന്ന് എന്താ സംഭവിക്കുക, നമ്മുടെ ക്ലോഷറിൽ എന്ത് സംഭവിക്കും, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യില്ലേ ഒരു എഡ്ജ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എടുത്തത് നോൺ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഡി ഡാഷ് ഓഫ് യു പ്ലസ് ഡി ഡാഷ് ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ വി ആയിരിക്കണം. അപ്പോൾ ആ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ ഡി ഡാഷ് ഓഫ് യുവിൻ്റെ മാക്സിമം, ഡി ഡാഷ് ഓഫ് യുവിൻ്റെ കൂടെ കിടക്കുന്ന ആൾക്കാരുടെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് ഡി ഡാഷ് ഓഫ് വി ആയിരിക്കണം. ഓക്കെ, ഡി ഡാഷ് ഓഫ് യുവിനോട് നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഒക്കെ മാക്സിമം ഡിഗ്രി എന്തായിരിക്കണം, ഡി ഡാഷ് ഓഫ് വിൻ്റെ ഡിഗ്രിയോ അതിനേക്കാളും കുറഞ്ഞ ഡിഗ്രിയോ ആയിരിക്കണം. അപ്പോൾ യുവിനോട് നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നവരുടെ സെറ്റ് നമ്മൾ എന്താ കൊടുത്തത്, ടി എന്നല്ലേ. അപ്പോൾ ടിയിലുള്ള ആൾക്കാരുടെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, ഡി ഡാഷ് ഓഫ് വിൻ്റെ ഡിഗ്രിയാണ്. അതേപോലെ വിനോട് നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരുടെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, ഡി ഡാഷ് ഓഫ് യു ആണ്. ഓക്കെ, അപ്പം വിനോട് നോൺ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന സെറ്റ് ഏതാ, എസ്. അപ്പോൾ എസ്സിലുള്ള ആൾക്കാരുടെ മാക്സിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ഡി ഡാഷ് ഓഫ് യു ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലായി. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞു നമ്മളിവിടെ ചെയ്യുമ്പോൾ കോൺട്രിഷൻ വെച്ച് ചെയ്യുമ്പോൾ ഈ കണ്ടീഷനും ഉണ്ടാവും, ഈ കണ്ടീഷനാണ് നമുക്ക് കോൺട്രിഷൻ കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയോ, നമ്മൾ ഈ ഡി ഡാഷ് ഓഫ് യുവിന് നമ്മൾ എം എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ എം വരില്ലേ, എം പ്ലസ് ഡി ഡാഷ് ഓഫ് വി ലെസ് ദാൻ വി എന്ന് വരും. അത് നമ്മൾ നേരെ ഇതിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്യുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ വി എന്ന് പറയുന്നതാ എം പ്ലസ് ഡി ഡാഷ് ഓഫ് വി ലെസ് ദാൻ വി എന്നല്ല വന്നത്. അപ്പോൾ അത് നേരെ ഇതിലേക്ക് കൊടുക്കുമ്പോൾ, ഈ എസ്സിലേക്ക് കൊടുക്കുമ്പോൾ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, വി ഇവിടെ ഗ്രേറ്റർ ദാൻ അല്ലേ, ഇതിനോട് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡി ഡാഷ് ഓഫ് വി എന്ന് വരും. എം പ്ലസ് ഡി ഡാഷ് ഓഫ് വി -1 മൈനസ് ഡി ഡാഷ് ഓഫ് വി എന്ന് വരും അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ഡി ഡാഷ് ഓഫ് വിയും ഈ ഡി ഡാഷ് ഓഫ് വിയും കട്ട് ചെയ്ത് പോയി, പിന്നെ എന്താ ഉണ്ടാവുക, M-1. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടി എസ്സിലുള്ള ആൾക്കാരുടെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, ഡി ഡാഷ് ഓഫ് യുവിൻ്റെ ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ
ഇതിലുള്ള ആൾക്കാർക്ക് അപ്പോൾ m-1 എലമെൻസുകളാണ് മാക്സിമം, m-1 എലമെൻസുകളാണ് അറ്റ്ലീസ്റ്റ് ഈ മോഡസിൽ ഉണ്ടാവുക എന്ന് നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം കിട്ടി അല്ലേ. അപ്പോൾ d' ഡിഗ്രിയാണ് ഈ മോഡസിന് മാക്സിമം ഉണ്ടാവുകയെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, m-1 എലമെൻസിന് അറ്റ്ലീസ്റ്റ് m-1 എലമെൻസിന് എന്ത് ഡിഗ്രി ഉണ്ടാവും, d' ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അറ്റ്ലീസ്റ്റ് m-1 എലമെൻസിന് d' ഡിഗ്രി ഉണ്ടാവും. ഇനി നമ്മൾ d' എന്താ കൊടുത്തത്, നമ്മുടെ യുവിൻ്റെ ഡിഗ്രി എന്താ കൊടുത്തത്, m എന്നല്ലേ കൊടുത്തത്, യുവിന് നമ്മളിവിടെ m എന്ന് കൊടുത്തല്ലോ. അപ്പോൾ എന്താവും, m-1 എലമെൻറ്റ്സ് എന്നുള്ളിടത്ത് ഒരു എലമെൻറ്റും കൂടിയില്ലേ, m-1 + 1, അപ്പോൾ എന്തായി m. അപ്പോൾ അറ്റ്ലീസ്റ്റ് m എലമെൻറ്റ്സിന് ഏത് ഡിഗ്രി ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് m എലമെൻറ്റ്സിന് m ഡിഗ്രി ഉണ്ടാവും അല്ലേ. അറ്റ്ലീസ്റ്റ് m എലമെൻറ്റ്സിന് മാക്സിമം m ആയിരിക്കും അതിന് ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് m-1 എലമെൻറ്റ്സിന് d' ആയിരിക്കും അതിന് ഡിഗ്രി, അഥവാ m ആയിരിക്കും അറ്റ്മോസ്റ്റ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം എങ്ങനെയാ കൺസെപ്റ്റ് വന്നതെന്ന്. നമ്മളിതാ d'(u)ന് m എന്നിട്ട് കൊടുക്കുക. d'(u)ന് m എന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ എസ്സിലേക്ക് അതങ്ങ് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, എസ്സിലേക്ക് അത് കൊടുക്കുമ്പോൾ മോഡ് എസ് എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഇത് d' വിക്ക് പകരം m + d' എന്ന് വരും അല്ലേ. അപ്പോൾ ഈ d'(u) ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്താ ഉണ്ടാവുക, m-1 എന്നുണ്ടാവുക. അപ്പം മോഡ് എസ്സിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മോഡ് എസ്സിൽ അറ്റ്ലീസ്റ്റ് m-1 എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. മോഡ് എസ്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് m-1 എലമെൻറ്റ്സ് ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു മോഡ് എസ്സിലെ ഡിഗ്രി എന്ന് പറയുന്നത് മാക്സിമം എത്ര വരുള്ളൂ, d'(u)ൻ്റെ ഡിഗ്രിയാണ് മാക്സിമം മോഡസിൽ വരിക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, അറ്റ്ലീസ്റ്റ് m-1 എലമെൻറ്റ്സിന് d'(u) ഡിഗ്രി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി പറയാൻ പറ്റും, നമ്മൾ d'(u)ന് m നട്ട് കൊടുത്തത്, അപ്പോൾ യുവിൻ്റെ ഡിഗ്രി എന്താ m ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഇതിലേക്ക് എന്തായി ഒന്നും കൂടി ആഡ് ചെയ്ത് d'(u) ഡിഗ്രിയുള്ള ഒരാളും കൂടി അല്ലേ, d'(u) ഡിഗ്രിയുള്ള ഒരാളും കൂടി കഴിഞ്ഞാൽ എന്തായി m. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, അറ്റ്ലീസ്റ്റ് m എലമെൻറ്റ്സിന് ഏതാ ഡിഗ്രി, d'(u)ന് നമ്മൾ എന്താ കൊടുത്തത്, m എന്നാണ് കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് പറയാനും അറ്റ്ലീസ്റ്റ് m വേർട്ടീസസിൻ്റെ ഡിഗ്രി അറ്റ്മോസ്റ്റ് ഏതാ വരിക, m എന്ന് വരും അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഡ് ടിയിലും നമുക്ക് ഈ യുവിന് d'(u)ന് m എന്നിട്ട് കൊടുത്താൽ എന്ത് വരും എന്നറിയോ, ഈ സംഭവം വരും, അറ്റ്ലീസ്റ്റ് v മൈനസ് വേർട്ടീസസിനെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ v-m. ഇതേപോലെ തന്നെ വരിക കേട്ടോ, ഇതേപോലെ ചെയ്താൽ കിട്ടും. അറ്റ്ലീസ്റ്റ് v-m വേർട്ടീസസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് v-m ആണ് കിട്ടി. അതെന്താ, ഈ സംഭവമാണ് നമുക്ക് കിട്ടിയത്, ഈ രണ്ട് സംഭവം നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഇതുവരെ ചെയ്തത് എവിടെയാണ്, ക്ലോഷർ ഓഫ് ജിയിലാണ്, നോട്ട് കംപ്ലീറ്റ് എല്ലാം നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ക്ലോഷർ ഓഫ് ജിയിലാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അപ്പോൾ ഈ ക്ലോഷർ ഓഫ് ജിൻ്റെ ഒരു സ്പാനിങ് സബ് ഗ്രാഫ് അല്ലേ ജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ജി എടുക്കുന്നുണ്ടെങ്കിൽ ക്ലോഷർ ഓഫ് ജി എന്ന് പറയുന്നത് ഇതിലേക്ക് എഡ്ജസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സി ഓഫ് ജിൻ്റെ ഒരു സ്പാനിങ് സബ് ഗ്രാഫാണ് ജി. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ഇക്വേഷൻസൊക്കെ നമ്മുടെ എവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഈ രണ്ട് കണ്ടീഷൻ അല്ലേ, ഈ ഒരു കണ്ടീഷൻ എവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, നമ്മുടെ സി ഓഫ് ജിയിലാണ്. അപ്പോൾ സി ഓഫ് ജിൻ്റെ സ്പാനിങ് സബ് ഗ്രാഫാണ് നമ്മുടെ ജി എന്നുള്ളതുകൊണ്ട് ഈ കണ്ടീഷൻ നമ്മുടെ ജിയിലും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ജിയിലും ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്, നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺട്രഡിക്ഷൻ കിട്ടുകയെന്ന് പറഞ്ഞു അല്ലേ. അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ, നമ്മൾ ഈ രണ്ട് കണ്ടീഷനിലേക്ക് d'(u)ന് m എന്നിട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, ഈ ഒരു ഇക്വേഷനിലേക്ക് ഈ d'(u)ന് m എന്ന് വരും. അപ്പോൾ m പ്ലസ് d'(u)ക്ക് പകരം നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, d'(u)നേക്കാളും ചെറുതാണ് d'(u) അഥവാ m. അപ്പോൾ അതിന് m + m എന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 2m < v എന്ന് വരും. അതിൽ നിന്ന് എന്ത് ചെയ്താൽ m v/2. അപ്പോൾ m v/2 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൽ കോൺട്രഡിക്ഷൻ ആയല്ലോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.